തൃക്കരിപ്പൂരിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ നിയുക്ത MLA സന്ദീപ് വാര്യർ നടത്തിയ റോഡ് ഷോയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി. പടന്ന കടപ്പുറത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 180 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. ഇതിൽ 100 UDF പ്രവർത്തകരും 80 CPIM പ്രവർത്തകരും ഉൾപ്പെടുന്നു. വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ ഇരുട്ടിൽ നിന്ന് കല്ലേറുണ്ടായെന്നാണ് UDF ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെയുണ്ടായ കല്ലേറിലും തർക്കത്തിലും 3 പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അച്ചടക്കമുള്ള പാണക്കാട് കുഴപ്പമില്ലാതെ സാദിഖലി ശിഹാബ് തങ്ങൾ അനുയായികളാണ്. ഒരു കാരണവശാലും ഇവിടെ ഇപ്പൊ ഒരു സംഘർഷം നിൽക്കണ, ഇത് ലോകം അവസാനിക്കുന്ന ദിവസമല്ല. സന്ദീപ് ഇവിടെ തന്നെയുണ്ട്, ഈ പഠന കടപ്പുറം ഇവിടെ തന്നെയുണ്ട്. ഈ എറിഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഭൂമിയിലുണ്ടെങ്കിൽ നമ്മളെ നടപടി എടുത്തിരിപ്പിക്കും. കസാലി ഇങ്ങനെ പൊട്ടിച്ച് ഇടതുകോട്ടയായ തൃക്കരിപ്പൂരിൽ 4431 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സന്ദീപ് വാര്യർ അട്ടിമറി വിജയം നേടിയത്. സന്ദീപ് വാര്യർ 83,109 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ 78,678 വോട്ടുകളാണ് നേടിയത്. 1977 മണ്ഡലം നിലവിൽ വന്നതു മുതൽ ഇടതുപക്ഷത്തെ മാത്രം തുണച്ച ചരിത്രമാണ് തൃക്കരിപ്പൂരിൻ്റേത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും നിയമസഭയിലേക്ക് എത്തിയത് ഇവിടെ നിന്നായിരുന്നു. ആ ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ വിജയം UDFന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകിയിരിക്കുന്നത്. News 14 Live, Kasaragod. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു.